നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം ഭാവി തലമുറയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇന്നത്തെ ഈ മെട്രോയും റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ എയർപോർട്ടും വലിയൊരു ബിൽഡിംഗ് ഒക്കെ ആക്കുന്നതിന് പകരം നമ്മൾ മാനവ വികസനത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ ഈ കൊറോണ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ കുറേയേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 4ാം വ്യവസായ വിപ്ലവത്തിലൂടെയാണ് പോകുന്നത്. 4ാം വ്യവസായ വിപ്ലവം എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ഡ്രോണുകൾ എന്നിങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളാണ് 4ാം വ്യവസായ വിപ്ലവം. അപ്പോൾ ഈ പറഞ്ഞ വ്യവസായത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ലോകത്ത് പല വലിയ മാറ്റങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അവ കാരണം നമുക്ക് കുറേയേറെ നല്ല കാര്യങ്ങളും കുറേയേറെ ദോഷങ്ങളും അതിലേറെ തന്നെ നല്ല കാര്യങ്ങളും നമുക്ക് സംഭവിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മോശം വശം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറേയേറെ ജോലികൾ അത് കാരണം നഷ്ടമാകും നമ്മൾ കാണുന്നുണ്ടല്ലോ. ഏതാണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠന പ്രകാരം ഏതാണ്ട് 46% ജോലികൾ 2030 ഇല്ലാതാകും എന്നാണ് പറയപ്പെടുന്നത്. അവയിൽ ചിലതൊക്കെ വേണമെങ്കിൽ ഞാൻ ഉദാഹരണമായി പറയാൻ എന്നത് ഇപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കാര്യമായാലും നമുക്ക് AI സെൽഫ് ഡ്രൈവിംഗ് കാർ നമുക്ക് വന്നാൽ നമ്മൾ കണ്ടല്ലോ. അതിൽ ഉദാഹരണമാണ് ടെസ്ല എന്നുള്ളത്. ഇപ്പോൾ ചൈനയിലൊക്കെ അത് ടാക്സിയായി വരികയും ചെയ്തു. അപ്പോൾ അവയുടെ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ധാരാളം ഡ്രൈവേഴ്സിൻ്റെ ജോലി നഷ്ടമാകുന്നു. പിന്നെ അതുകൂടാതെ ധാരാളം വലിയ വേറെ മേഖലകളിലൊക്കെ AI ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വേറൊരു ഉദാഹരണമാണെങ്കിൽ റേഡിയോളജിസ്റ്റ്. പണ്ടത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പൈസ മേടിച്ചുകൊണ്ടിരുന്നതും ഏറ്റവും കൂടുതൽ പഠിക്കാൻ ചിലവുള്ളതുമായ ഒരു വിഷയമാണ് റേഡിയോളജി എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് AI ഉപയോഗിച്ച് സുഖത്തിൽ നമുക്ക് എക്സ്റേയും അതുപോലുള്ള രോഗം കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊക്കെ AI ഉപയോഗിച്ച് തന്നെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഈ ആരോഗ്യരംഗത്തുള്ള മറ്റ് ചിലതാണ് എന്ന് വെച്ചാൽ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് കറക്റ്റ് പ്രിസൈസായി ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരിക്കുമല്ലോ. അത് ചൈനയിലൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞു, പക്ഷേ ഇന്ത്യയിൽ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നമുക്ക് വലിയൊരു നേട്ടം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ അഗ്രികൾച്ചറൽ ഫീൽഡിലാണെങ്കിലും എന്ന് വെച്ചാൽ നമുക്ക് ഈ ക്ലൈമറ്റിൻ്റെ കണ്ടീഷൻ പ്രെഡിക്റ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഈ വിത്തുകളുടെ കണ്ടീഷൻ മനസ്സിലാക്കാൻ വേണ്ടിയും എന്നിവയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എയർപോർട്ടിൻ്റെ കേസ് എടുത്താൽ നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ ഇന്ത്യ നിലവില്ലെങ്കിലും അങ്ങ് ദുബായിലൊക്കെ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ മിനിമം ഒരു 6 ചെക്കിങ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മുൻപോട്ട് കയറി പോകാൻ. പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ ദുബായിലൊക്കെ എന്ന് പറയുമ്പോൾ ജസ്റ്റ് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ജസ്റ്റ് ഒരു ചെക്കിങ് അത് വെറും ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ മാക്സിമം ഒരു 5 മിനിറ്റ് എടുത്താൽ തന്നെ ഒരാളുടെ ചെക്കിങ് തീരാവുന്നതാണ്. പണ്ടെന്ന് പറയുമ്പോൾ ഇത് വളരെ വലിയൊരു പ്രക്രിയയാണ്. 6 പേരുടെ അടുത്തുകൂടെയൊക്കെ പോയിട്ട് വേണം നമ്മൾ എയർപോർട്ടിൽ കടന്നു പോകാൻ. അപ്പോൾ അവിടെ 6 പേരുടെ ജോലിയും അത് AI ഉപയോഗിച്ച് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫീൽഡിലൊക്കെയാണ് പ്രധാനമായിട്ടും AI ദോഷമായി സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവയിലൊക്കെ നമുക്ക് ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അഗ്രികൾച്ചറൽ ഫീൽഡിലൊക്കെ ഈ ക്ലൈമറ്റ് പ്രെഡിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ സീഡിൻ്റെ നിലവാരം പ്രെഡിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മണ്ണിൻ്റെ നിലവാരമൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ AI കൊണ്ട് വളരെയേറെ ഉപകാരപ്രദമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ ഈ ഹെൽത്ത് ഫീൽഡിലായാലും അവ നമുക്ക് പ്രിസൈസ് ആയിട്ടും കറക്റ്റ് മെഡിസിനും അതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തരുന്നു. എന്ന് വെച്ചാൽ ഏത് മരുന്ന് ഏത് സമയം എടുക്കണം, എപ്പോൾ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നെല്ലാം നമുക്ക് AI ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കി തരാൻ AI സാധിക്കുന്നുണ്ട് എന്നുള്ളതും നോക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു ടീച്ചർക്ക് കുറേ കുട്ടികളുടെ ഇടപെടേണ്ട സമയത്ത് ഒരു കുട്ടിക്ക് ഉള്ള വീതം അങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ കുട്ടിക്ക് ഡൗട്ട് ക്ലിയർ ആവുകയും അങ്ങനെ സമയം ലാഭിക്കാനും സാധിക്കുന്നു. പിന്നെ അതുപോരാതെ ഇപ്പോൾ പുതിയ
ഇപ്പോഴത്തെ ടെക്നോളജി വന്നതോടുകൂടി, അതായത് ജെമിനി 3 വന്നതോടുകൂടി നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ അത് വിഷ്വലി റെപ്രസെൻ്റ് ചെയ്തോ അത് വീഡിയോ ഉണ്ടാക്കിയോ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ കാര്യം തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവയൊക്കെയാണ് നമ്മുടെ നേട്ടങ്ങൾ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാവി തലമുറയിൽ നമുക്ക് എങ്ങനെ ഒരു ജോലി കിട്ടാം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒരു ഡിഗ്രി കൊണ്ടോ ഒന്നും എവിടെ എത്തുകയില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഏത് മേഖലയിൽ എപ്പോൾ വരുമെന്ന് ഒന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ ഒരു ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫീൽഡിൽ തന്നെ തുടരാൻ സാധിക്കുന്നതല്ല. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ ആ ഫീൽഡിൽ ഇപ്പോൾ വരും എന്ന് നമ്മൾ എന്ന് നമ്മൾ മനസ്സിൽ വെച്ച് അടുത്ത ഡിഗ്രി എന്ന് വെച്ചാൽ അടുത്ത ഡിഫറെൻറ്റ് ഫീൽഡിലേക്ക് നമ്മൾ പോകേണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് നല്ല ജോലിയൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ AI-യുമായി ഇൻട്രാക്ട് ചെയ്ത് നമുക്ക് നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ ധാരാളം നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഡോക്ടറും പിന്നെ അതുകൂടാതെ ആ AI-യുമായി ബന്ധപ്പെടുത്തി ചികിത്സ നടത്തുകയാണെങ്കിൽ എത്ര വലിയ നേട്ടമാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അതുപോരാതെ ഒരു എഞ്ചിനീയറും ഒരു AI-യും കൂടി ചിന്തിച്ച് ഒരു വലിയ പ്ലാനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതും എത്ര വലിയ നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗുണകരം തന്നെയാണ്. പിന്നെ നമ്മൾ എന്ത് പഠിക്കുന്നു എന്നതല്ല കാര്യം, നമ്മൾ എത്ര കണക്ഷൻ വെക്കുന്നു എന്നതിനാണ് ഇപ്പോൾ കാര്യമിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കാനൊരു അവസരം കിട്ടി. പക്ഷേ അതേസമയം നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് വേണ്ട വിഷയത്തിൽ നമുക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ പഠിക്കാനും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കണമെന്നാണ്. അത് ഇഷ്ടമില്ലാത്ത വിഷയമാണെങ്കിൽ കൂടി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ കണക്ഷൻസ് രൂപീകരിക്കാനും അവിടെ ധാരാളം ആൾക്കാർ കുറേയേറെ സ്ഥലങ്ങളിൽ വലിയ സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെ കണക്ഷൻ രൂപീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്ത കാര്യം. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്ക് ഏത് ഫീൽഡാണ് ഇൻട്രസ്റ്റ്, നമുക്ക് എന്താണ് പഠിക്കാൻ താല്പര്യം, അതിനുപരി നമ്മൾ കണക്ഷൻ രൂപീകരിക്കേണ്ടതാണ് ഇവിടെ പ്രാധാന്യമായി നിൽക്കുന്നത്. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ വേണ്ട വിധം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എത്താൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ ലിങ്ക്ഡിൻ പോലെയുള്ള സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുകയാണെങ്കിൽ അവ നമുക്ക് വളരെയേറെ ഉപകാരപ്രദം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വലിയ കമ്പനീസിനൊക്കെ ഫോളോ ചെയ്ത്, ഉദാഹരണത്തിന് മൈക്രോസോഫ്റ്റ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, ഗൂഗിൾ, യൂട്യൂബ് എന്നിങ്ങനെ വലിയ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർ തന്നെ അപ്ഡേറ്റ്സ് അനുസരിച്ച് നമുക്ക് നമ്മുടെ സ്കിൽസ് കൂട്ടാനും ഇമ്പ്രൂവ് ചെയ്യാനും അതുപോരാതെ ആ കമ്പനീസിലൊക്കെ നമുക്ക് കയറി പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഏത് കാലഘട്ടമാണോ ആ കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിച്ച് വേണം നമ്മൾ പോകാൻ, അല്ലെങ്കിൽ നമ്മൾ പിൻപോട്ടായി പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്ത് കാര്യമായാലും അതിന് പോരായ്മ ഉണ്ടാവും, ഗുണവും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പോരായ്മകൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വീഡിയോ മോർഫ് ചെയ്ത് ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ നമുക്ക് ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. എന്നിങ്ങനെ പലതരത്തിലുള്ള ദോഷങ്ങളുമുണ്ട്. പക്ഷേ ഇവ വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്ന തലമുറയിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളൊന്നും വലിയ ഉന്നത സ്ഥാനത്ത് നമ്മൾ കാണാറില്ല. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്ന് വെച്ചാൽ സ്ത്രീകൾ എത്തണ സ്ഥലത്ത് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർ കുറച്ചുകൂടി ഊർജ്ജത്തോടെയൊക്കെ പരിശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ സാധ്യതകളൊക്കെ തുറന്നു കിടക്കുകയാണ്. അപ്പോൾ അവ വേണ്ട വിധം ഉപയോഗിക്കുകയാണെങ്കിലും അവർക്കും ജെൻസിനെ പോലെ തന്നെ ഉയരാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.